ഇന്നത്തെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്ക് ആണ്. മാംഗോ മിൽക്ക് ഷേക്ക്. മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുക്കണം. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. ഈ ഒരു മാങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. അതേപോലെ നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പാലും മാങ്ങയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിച്ചെടുത്ത ഈ ഒരു മാങ്ങയിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് പാലിലാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. നമ്മൾ 1/2 കപ്പ് പാല് നേരത്തെ മാങ്ങ അടിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന 1/2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മാംഗോ മിക്സ് ആണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 ഡ്രോപ്പ് ചേർക്കാം. ഇതില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാലെടുക്കുന്ന സമയത്ത് നല്ല തണുത്ത പാല് തന്നെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു മിൽക്ക് ഷേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ച് നന്നായി കട്ടയാക്കി എടുക്കുക. അതിനുശേഷം അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഒഴിക്കുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ 2 ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുന്ന സമയത്ത് ഈ ഒരു മാങ്ങ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരിക്കണം. നല്ല തണുത്ത മാങ്ങ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മാങ്ങൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്കിൻ്റെ മുകളിലേക്ക് ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് മാംഗോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. മാംഗോ ഐസ്ക്രീം വെക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിൻ്റെ മുകളിൽ ബദാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. പിസ്ത വേണമെങ്കിൽ പിസ്ത ചേർക്കുക, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുക, ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക.